ഹലോ. ഹലോ. നീ എവിടെയാ? എന്താടി? ഞാൻ വീട്ടിലാ. നീ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഇവിടെ എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു. ആണോ? എനിക്കൊന്നും വരാൻ പറ്റത്തില്ല കേട്ടോ. എനിക്കൊന്നൊരു പ്രൊഡ്യൂസർ കാണാൻ വേണ്ടി പോകാണ്ട്. നീ ഇങ്ങനെ പ്രൊഡ്യൂസറെ നോക്കി നടന്നോ? ദൈവമേ, എനിക്ക് ഇതേപോലത്തെ ഒരു മണഗുണാഞ്ജലി ആണല്ലോ കിട്ടിയത്. എനിക്ക് ഇത് തന്നെ വേണം. രാവിലെ തന്നെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ അവിടെ കിടന്ന് പൊട്ടത്തരം പറയാതെ നീ ഇങ്ങ് വാ. ഞാൻ അമ്പലത്തിന്റെ അടുത്തുണ്ട്. ഞാൻ എത്തി. ഓക്കെ. സുഖം തന്നെ. എങ്ങനെ പോകുന്നു? മോളെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? സുഖമായിട്ട് പോകുന്നല്ലേ? എന്നാ ഒരു പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് നല്ലോണം പ്രാർത്ഥിക്കട്ടോ. മക്കളെ പഠിത്തമൊക്കെ അല്ലേ നല്ലോണം? സുഖമായിട്ട് പോകുന്നുണ്ടല്ലേ? മോശന്മാർ ചീത്ത അറിയുന്നുണ്ടോ? നിങ്ങൾ അങ്ങോട്ട് ചീത്ത അറിയുന്നുണ്ടോ? ഇല്ലല്ലേ? പ്രദക്ഷിണം വെച്ച് പണികളൊക്കെ ഏൽപ്പിച്ചിട്ടില്ല, പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അങ്ങനെ വൃത്തിയായി നടക്കണം. ഏൽപ്പിച്ച പണിയൊക്കെ നല്ല വൃത്തിയായി നടക്കാം. ഇങ്ങോട്ടൊന്നും തീരെ കാണാനില്ലല്ലോ. വരാറുണ്ട് ചേട്ടാ. തോന്നല്ലേ? നമുക്ക് അടുത്ത ഫണ്ടിൽ നമുക്ക് ഒന്ന് കല്യാണം കഴിക്കണം. എന്തെന്നാ അറിയണേ? കല്യാണം കഴിക്കുന്നെല്ലാം പറഞ്ഞല്ലോ. പ്രസാദം തരുന്ന ലാഘവത്തോടെ കാണുക. അതിനൊക്കെ കുറെ പരിപാടിയില്ല ഞാൻ പറയേ. എടോ, ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞതേ അതിനൊക്കെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ അല്ലേ. ഓടി വന്നത് കല്യാണം കഴിക്കില്ല. അത് മെമ്പർ ഉണ്ടായിരുന്നു ഇവിടെ. എന്നിട്ടാ അരുണേ, ഒരു കല്യാണം രജിസ്റ്റർ ചെയ്യണേ തന്നെ അതിന്റെ നിയമങ്ങളുണ്ട്. അരുൺ അറിയോ? ഒരാഴ്ച മുമ്പ് നോട്ടീസ് കൊടുക്കണം, നോട്ടീസ് ബോർഡിലിടണം, 2 സാക്ഷികൾ വേണം, താലി വേണം, മാല വേണം. അല്ലാണ്ട് പെട്ടെന്ന് വന്ന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ആദ്യം കാര്യങ്ങൾ നടക്കട്ടെ. മെമ്പറെ എങ്ങനെയുണ്ട്? എന്താ അവന്റെ വിചാരം? ഇതാരെ മാറ്റാ ആ താലി കഴിച്ചേ? താലിയോ? അതൊന്നും ഞാനും തരാൻ പറ്റില്ല. അതൊക്കെ പിന്നെ പറയാം. താലി കോരിത്താ തരാൻ പറ്റില്ല എന്നല്ലേ? മാറിക്ക അങ്ങോട്ട്. എന്താ എന്താ താലിക്കാ? ഒരു താലിക്കല്ലേ, അവൻ ഊരി കൊടുത്തേക്ക്. മെമ്പറെ താലി ഇനി നിങ്ങൾക്ക് വേണ്ട 2 സാക്ഷിയല്ലേ? ഒന്നിതാ. എന്നാ കെട്ടിക്ക താലി. മെമ്പറെ ഇനി ഞങ്ങള് വീട്ടിലാക്കിട്ടാ. ആര്? ഞാനോ? പിന്നെ ഞങ്ങൾ ഇവിടെ ഇട്ടേച്ച് പോവാം. എന്റെ ഭഗവാനെ, ഇതിലും ഭേദം വല്ല പൊട്ടക്കനിൽ പോയി ചാടുന്നതാ. വീട്ടിലേക്ക് മേട്ടെ എന്തായാലും പെട്ട് വാ, നമുക്കൂടി പോവാ. അപ്പൊ അത് വരെ നിക്ക. പ്രസാദമായി പോയിക്കോളി. ഇതേ പുതിയൊരു സാധനം. ഇതാ കീരിയോ? എല്ലാരും കൂടി എന്താ ഇങ്ങോട്ട്? രമണി, ഞങ്ങള് ചെറുതായിട്ടൊരു കല്യാണം കഴിഞ്ഞിട്ട് വരിക. അതേതായാലും നന്നായി മെമ്പറെ. നിങ്ങളെ ഈ തുള്ളിച്ചിമേറ്റിനെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് സമാധാനായി. കൊടുക്കടാ. ഞാനല്ല കെട്ടിയത്, നീയാന്ന്. അമ്മേ, ഞാനാ കെട്ടിയത്. ഭരണം കേട്ടവനെ. രമണി, അത് കാര്യമൊക്കെ ശരിയാ മെമ്പറെ. ബാബുവേട്ടൻ മെച്ചപ്പോഴേ നിങ്ങൾ ഈ വീടൊക്കെ ശരിയാക്കി തന്നു എന്നുള്ളതും സത്യമാണ്. നിങ്ങൾ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ? രാത്രി ഫോൺ ചെയ്യുന്നു, രാവിലെ ഫോൺ ചെയ്യുന്നു. നിങ്ങൾ ഈ സിനിമയുടെ ഭ്രാന്തുമായിട്ട് നടക്കുന്ന ഈ ചെക്കനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചത് ഇവള് പറഞ്ഞിട്ടാണോ? മോളെ, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും.
ഇവന് വേലയും കൂലിയും ഇല്ലാതെ നടക്കുന്നവനാ സിനിമയുടെ ഭ്രാന്തം പറഞ്ഞു. അപ്പം മരിച്ചു കിടന്നപ്പോ പോലും നാട്ടിൽ വരാതെ സിനിമയുടെ പേരും പറഞ്ഞ് നടന്നവനവൻ. ഈ ഇവനെ വിശ്വസിച്ച് എങ്ങനെ നീ വന്നത്? ഇല്ല രമണേച്ചി, ഇനി നന്നായിക്കോളും. മാത്രല്ല നമ്മുടെ ഈ നാട്ടുകാർക്കൊക്കെ അഭിമാനിക്കാവുന്ന രീതിയിൽ അവൻ നല്ലൊരു സിനിമക്കാരനായി വളരും. എനിക്ക് ഉറപ്പാ. എന്താ നമ്മുടെ അതാ രമണി, ഉറപ്പാ. ഇല്ലടാ നന്നാവും. നന്നായാ മതി. ശരി വാമോളെ. ഔ സമാധാനായി. ചെല്ലു മക്കളെ. എന്തായാലും ഭംഗിയായി, സമാധാനായി. നമ്മൾ കല്യാണം നടത്തിയിട്ട് അത് നല്ല നിസാറായല്ലോ.